വളരെ വികാരോജ്വലമായ ഹൃദയസ്പർശിയായ നമ്മുടെ ധർമ്മബോധത്തിൻ്റെ ഔന്നത്യം കൊണ്ടും സാംസ്കാരികമായ ഉത്കർഷത്തിൻ്റെ മഹത്വം കൊണ്ടും വളരെയേറെ ധന്യവും ശ്രദ്ധേയവും പവിത്രവും എല്ലാമായിട്ടുള്ള കോട്ടക്കൽ നഗരസഭയുടെ ഈ മഹത്തായ മാതാവ് പിതാവ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ചടങ്ങിൽ ആധ്യക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ നഗരസഭാ ചെയർമാൻ പ്രിയ സ്നേഹിതൻ കെ നാസർ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. വേദി നിറയെ വളരെ ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾ സന്നിഹിതരാണ്. അതുപോലെ തന്നെ സദസ്സ് നിറയെ എല്ലാവരും വളരെ ബഹുമാന്യരാണ്. ഏറ്റവും ബഹുമാന്യർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വന്യരായ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് ഈ പരിപാടി നീട്ടിക്കൊണ്ടുപോകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ, നമ്മുടെ ഈ വളരെ പ്രശസ്തമായ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ ഒരു കുഗ്രാമത്തിൽ പടുത്തുയർത്തപ്പെട്ട് വലിയ കുതിപ്പ് തന്നെ നടത്തിയ, തലമുറകളെ വിദ്യാഭ്യാസത്തിലേക്ക് ആനയിച്ച AKM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ ഇബ്രാഹിം ഹാജി അടക്കം, രക്ഷാകർതൃ സമിതി പ്രസിഡന്റ് ജുനൈദ് അടക്കം എല്ലാവരെയും, അതുപോലെ സദസ്സിലുള്ള എൻ്റെ കോട്ടക്കലെ വളരെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തക സുഹൃത്തുക്കളടക്കം, ഒപ്പം ഈ മഹത്തായ കലാലയത്തിലെ അധ്യാപക സമൂഹം, സദസ്സിൽ തന്നെ നമ്മുടെ നാട്ടിലെ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, സഹോദരങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ ഒക്കെ സന്നിഹിതരാണ്. സർവോപരി സ്ഥാപനത്തിലെ വിദ്യാർത്ഥി സമൂഹം, എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് മഹത്തായ ഈ ചടങ്ങ് നമ്മുടെ വയോജന സംരക്ഷണത്തിൽ ഒരു കാൽവെപ്പായി തീരട്ടെ, ഒരു നാഴികക്കല്ലായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, ആശംസിച്ചു കൊള്ളട്ടെ. വയോമിത്രം പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. അത് നന്നായി നടത്തുക എന്ന് പറയുന്നതൊരു പുണ്യകർമ്മവുമാണ്. മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും പല പല പദ്ധതികളുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം നഗരസഭയ്ക്ക് ഈ മഹത്തായ സംരംഭത്തോടുള്ള കൂറും പ്രതിബദ്ധതയും നാം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്, നാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിലൂടെ മാത്രമല്ല, കോട്ടക്കൽ നഗരസഭ വളരെ മികവുറ്റ രീതിയിലാണ് ഈ പദ്ധതിയുടെ നിർവഹണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1600 ചില്ലുവാനം 1700ഓളം മാതാപിതാക്കൾ അടങ്ങുന്നതാണ് കോട്ടക്കൽ നഗരസഭയിലെ ഈ സംരംഭം. പല രീതിയിൽ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വൈദ്യ ശുശ്രൂഷ നൽകുന്നുണ്ട്. ഇതിൽ അഭിമാനിക്കാൻ വകയുള്ള ഒരാളാണ് ഞാൻ. MLA ആയിരുന്നപ്പോഴാണ് വയോമിത്രം പദ്ധതി കോട്ടക്കൽ നഗരസഭയിൽ ആവിഷ്കരിച്ച് ആദ്യമായി നടപ്പിലാക്കിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്ന നിലയിൽ നിരന്തരം അന്ന് ഈ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീറിനോട്, ഡോക്ടർ MK മുനീർ സാഹിബിനോട് ഞാൻ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ആ ദിവസങ്ങളും രംഗങ്ങളും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. എൻ്റെ ഓർമ്മയിൽ പലപ്പോഴായി ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ കോട്ടക്കൽ വന്ന് ആ പദ്ധതി നടപ്പിലാക്കുക മാത്രമല്ല
ആ ചടങ്ങ് ഉദ്ഘാടനത്തിനും എത്തണമെന്ന്. അങ്ങനെ മുനീർ സാഹിബ് തന്നെ വന്ന് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് കോട്ടക്കൽ നഗരസഭയെ വയോമിത്രം പദ്ധതിയിൽ അന്ന് ഉൾപ്പെടുത്തിയതാണ്. അതിന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ സഹായിക്കുന്ന പദ്ധതിയായി 1700ഓളം അത് വളർന്നുവെന്നതിൽ ഈ പദ്ധതിയുടെ ഒരു എളിയ പ്രവർത്തകൻ കൂടിയായ അതിൻ്റെ തുടക്കക്കാരിൽപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ അഭിമാനവും എൻ്റെ ചാരിതാർത്ഥ്യവും ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. മാതാപിതാക്കൾ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പൊതുപ്രവർത്തനത്തിലും എൻ്റെ പ്രസംഗത്തിലുമെല്ലാം എന്നെ എന്നും സങ്കടപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് മാതാവും പിതാവും. എത്രയോ പ്രഭാഷണങ്ങൾ ആ വഴിയിൽ നിർവഹിച്ചിട്ടുണ്ട്. പ്രഭാഷണങ്ങൾ മാത്രമല്ല, കേരളത്തിലെ പല പ്രദേശങ്ങളിലും മാതാപിതാക്കളെ സഹായിക്കുന്ന നിരവധി പദ്ധതികളുമായി ബന്ധപ്പെടാനും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതിൻ്റെ ഭാഗമാകാനും സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ ഒരു വലിയ വയോജന സംരക്ഷണ പദ്ധതി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. എൻ്റെ ഒരൊറ്റ സുഹൃത്തായിരുന്നു അതിന് മുൻകൈയെടുത്തത്. അദ്ദേഹം അതവിടെ വലിയൊരു പദ്ധതിയാക്കി തീർത്തു. സദസ്സിൽ വെച്ച് തന്നെ ഞാൻ അവിടെ ആവശ്യപ്പെട്ടതനുസരിച്ച് പലരും മാതാപിതാക്കൾക്ക് നോക്കാൻ ആളില്ലാത്ത മാതാപിതാക്കൾക്ക് മാസാന്ത പെൻഷൻ നൽകാൻ ആ സദസ്സിൽ വെച്ച് തന്നെ, എടപ്പാളിലെ ഒരു കുഗ്രാമത്തിലായിരുന്നു ആ ചടങ്ങ്, തയ്യാറായി. പേര് പോലും അറിയിക്കാതെ ചിലർ തയ്യാറായത് അവിടെ വന്ന് മൈക്കിലൂടെ സംഘാടകർ അനൗൺസ് ചെയ്യുന്നത് കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ അനുസ്മരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് പ്രധാനം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജനകീയ സഭ, ഒരു ജനാധിപത്യ സമിതി, ഒരു ഭരണസമിതി റോഡും തോടും പാലവും മാത്രമൊക്കെ ശ്രദ്ധിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. റോഡ് വേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിനേക്കാൾ പ്രധാനമാണ് അശരണരെ സഹായിക്കുക. രാഷ്ട്രീയവും ഭരണവുമൊക്കെ കേവലം ചില കെട്ടിടങ്ങൾ ഉയർത്തലോ, കേവലം ചില മന്ദിരങ്ങൾ പണിയലോ, കേവലം ചില ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തലോ അല്ല. അതും പ്രധാനമാണെങ്കിലും അതിനേക്കാൾ പ്രധാനം സമൂഹത്തിൻ്റെ സ്വാസ്ഥ്യമാണ്, സമൂഹത്തിൻ്റെ ക്ഷേമമാണ്. എങ്ങനെയാണ് സമൂഹത്തിലെ വൃദ്ധരായ മാതാപിതാക്കളെ കൈയൊഴിച്ചുകൊണ്ട് ഒരു സാമൂഹിക ക്ഷേമത്തെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുക? ഒരു വെൽഫെയർ സൊസൈറ്റി ഉണ്ടാക്കലാണ് ഏത് ഭരണകൂടത്തിൻ്റെയും പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യം. ഒരു വെൽഫെയർ സൊസൈറ്റി, ക്ഷേമമുള്ള ഒരു സമൂഹം. ക്ഷേമമുള്ള സമൂഹം ഉണ്ടാകാൻ കുറേ ഭൗതിക സൗകര്യങ്ങളുടെ വികസനം മാത്രം പോരാ. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഭൗതിക സൗകര്യങ്ങളുടെ വികാസം കൊണ്ട് മാത്രം ഒരു വെൽഫെയർ സൊസൈറ്റി ഉണ്ടായിത്തീരുകയില്ല. ജീവനില്ലാത്ത റോഡും ജീവനില്ലാത്ത തോടും, തോടിനെ ഞാൻ ജീവനില്ല എന്ന് വിളിക്കില്ല, അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് ജീവനുണ്ട് എന്നുള്ളതാണ് എൻ്റെ എക്കാലത്തെയും വിശ്വാസം. ജീവനുണ്ടെന്ന് മാത്രമല്ല, ജീവൻ്റെ ഉത്ഭവവും ആ തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ പ്രളയാനന്തര കേരളത്തെക്കുറിച്ചുള്ള ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. അന്ന് ഞാൻ അവിടെ പുഴയുടെ ജൈവിക വ്യക്തിത്വം മാനിക്കണം എന്ന് പറയുകയുണ്ടായി. എനിക്ക് ശേഷം സംസാരിച്ച പത്മശ്രീ ശങ്കർ, കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ശില്പകലാ വിദഗ്ധനാണ് പത്മശ്രീ ശങ്കർ. ആ ഒറ്റ വാക്ക് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി, പുഴയ്ക്ക് ജീവനുണ്ട് എന്ന് അംഗീകരിക്കണം, പുഴയുടെ ജൈവിക വ്യക്തിത്വത്തെ മാനിക്കണം. പുഴ വെറും പുഴയല്ല, തോട് വെറും തോടല്ല, അത് ജീവനാണ്. അതുകൊണ്ട് തോടിനെ ജീവനില്ലാത്ത ഒന്നായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷെ ജീവനില്ലാത്ത, ഹൃദയമില്ലാത്ത പലതും വികസനത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ
ജീവനുള്ള, ഹൃദയമുള്ള, വികാര വിചാരങ്ങളുള്ള, കരളുള്ള, ചോരയുള്ള മനുഷ്യനെ പരിഗണിക്കുന്ന വികസനവും വികാസവും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും വലിയ നന്ദികേടും അക്രമവുമാണ് ഇന്ന് പ്രബുദ്ധമെന്ന് പറയപ്പെടുന്ന സമൂഹം മാതാപിതാക്കളോട് ചെയ്യുന്നത്. വലിയ അക്രമമാണ്. ആരും അത് അംഗീകരിക്കാൻ തയ്യാറില്ല. മലയാള പത്രങ്ങളിൽ ഇനി ഒരൊറ്റ പത്രം ബാക്കിയില്ല. മലയാളികൾ മാതാപിതാക്കളോട് ചെയ്യുന്ന കൊടും ക്രൂരതകളെപ്പറ്റി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അന്വേഷണ പരമ്പര പ്രസിദ്ധീകരിക്കാത്ത ഒരൊറ്റ പത്രം മുഖ്യധാരാ പത്രങ്ങളിൽ ഒന്നുപോലും ഇനി മലയാളത്തിൽ ബാക്കിയില്ല. ദിവസങ്ങളോളം മലയാള മനോരമയിൽ വന്നു, ദിവസങ്ങളോളം മാതൃഭൂമിയിൽ വന്നു, ദിവസങ്ങളോളം ചന്ദ്രികയിൽ, മാധ്യമത്തിൽ, മംഗളത്തിൽ ഒക്കെ വന്നത് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ വായിക്കാത്ത മറ്റു പത്രങ്ങളിലും വന്നു കാണും. ഞാൻ വായിക്കാത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത, വായിക്കാത്ത എന്ന അർത്ഥത്തിലല്ല, അത് വന്ന സമയത്ത് എൻ്റെ കണ്ണിൽപ്പെടാതെ പോയിട്ടുള്ള മറ്റു പത്രങ്ങളും കാണുമായിരിക്കും. ഈ പത്രങ്ങളിലൊക്കെ വന്നത് ഞാൻ ഫയൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ആ കഥകൾ നിങ്ങൾക്കാർക്കും തന്നെ കണ്ണ് നിറയാതെ, കൈകാലുകൾ തളരാതെ വായിച്ചു തീർക്കാൻ സാധിക്കില്ല. ബിരുദധാരികളെന്ന് പറയപ്പെടുന്ന, സംസ്കാര സമ്പന്നരെന്ന് പറയപ്പെടുന്ന, ഉന്നത ഉദ്യോഗസ്ഥരും വലിയ ശമ്പളക്കാരുമായിട്ടുള്ള മക്കൾ അച്ഛനമ്മമാരോട്, ഉമ്മബാപ്പമാരോട് ചെയ്യുന്ന അന്യായങ്ങളും ക്രൂരതകളും കണക്കറ്റ ദ്രോഹങ്ങളും വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല. അതൊരു വലിയ കഥയാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിലേക്ക് കടന്നാൽ നമ്മുടെ ഈ യോഗം നീണ്ടുപോകും. ഒരുപക്ഷെ ഈ യോഗം വികാരസാന്ദ്രവുമായേക്കും. മാതാപിതാക്കളോടുള്ള ക്രൂരതകൾ കേട്ടൊരു പക്ഷേ നിങ്ങൾ തന്നെ തളർന്നുവെന്നും വന്നേക്കും. കഥ പറയുന്നവനും തളർന്നുവെന്ന് വന്നേക്കും. ജമാന ബഡേ സൗഖ് സേ സുൻ രഹാ താ. വളരെ താല്പര്യത്തോടുകൂടി ലോകം കഥ കേൾക്കുകയായിരുന്നു. ജമാന ബഡേ ഷൗഖ് സേ സുൻ രഹാ താ. ലോകം വളരെ കൗതുകത്തോടുകൂടി കഥ കേൾക്കുകയായിരുന്നു. ഹമീ സോ ഗയേ ദാസ്താൻ കഹത്തെ കഹത്തെ. കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ഉറങ്ങിപ്പോയി എന്ന് കവി പറഞ്ഞ പോലെ ആയിരിക്കും മാതാപിതാക്കൾക്കെതിരെയുള്ള അവഗണനയുടെ കഥകൾ. പറയുന്നവൻ തന്നെ പറഞ്ഞ് നേരം പുലരുന്നവരെ പറഞ്ഞു ഉറങ്ങിപ്പോവും. ഹമീ സോ ഗയേ ദാസ്താൻ കഹത്തെ കഹത്തെ. കഥ പറഞ്ഞ് നാം തന്നെ ഉറങ്ങിപ്പോയി. കേട്ടവരുടെ കഥ പറയണ്ട, കേട്ടവർ എങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. കഥ പറയുന്നവൻ ഉറങ്ങിപ്പോയി. എന്തുണ്ടായിട്ടെന്താ കാര്യം? പെറ്റ തള്ളയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുണ്ടായിട്ടെന്താ കാര്യം? കൈപിടിച്ച് നടത്തിയ അച്ഛനെ, ബാപ്പയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാ നിന്റെ വിദ്യാഭ്യാസം? എന്തിനാ ഈ നാട്ടിലെ ആകാശം മുട്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അമ്പരചുംബികളായ കോൺക്രീറ്റ് സൗധങ്ങൾ, അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബിരുദധാരികളുടെ, ബിരുദധാരിണികളുടെ മനസ്സിൽ മാതാവില്ലെങ്കിൽ, പിതാവില്ലെങ്കിൽ ആർക്ക് വേണം ഈ ഡിഗ്രി? ലക്ഷോപലക്ഷം മലയാളികൾ കേട്ട, ഏകദേശം 10 കൊല്ലം മുമ്പോ മറ്റോ ആണ് നാട്ടികക്കടപ്പുറത്ത് അമ്മമാരുടെ സദസ്സിൽ എൻ്റെ ഒരു സംസാരം നടക്കുകയുണ്ടായത്. ശ്രീ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ അമ്മയും വന്ന ചടങ്ങാണത്. അടുത്ത ദിവസം മോഹൻലാലിനെ കുറിച്ച് എഴുതുന്ന, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുന്ന എൻ്റെ സ്നേഹിതൻ ഭാനുപ്രകാശ് എന്നെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി, മോഹൻലാലിന് പ്രത്യേക നിർബന്ധമുണ്ട് ആ പുസ്തകത്തിൽ അമ്മയെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ സമദാനി സാഹിബുമായി നമുക്കൊന്നിരിക്കണം എന്ന്.
ലാലും ഈ ഗ്രന്ഥകാരനും ഞാനും കൂടി ഇരുന്ന് നമുക്കൊരു സംഭാഷണം നിർവഹിക്കണം എന്ന്. അദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് വിളക്ക് കൊളുത്തി എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞ് ഡ്യൂട്ടിക്ക് നിന്ന പോലീസുകാർ വരെ കരഞ്ഞു പോയ ആ ഒരു പ്രസംഗം എൻ്റെ ജീവിതത്തിൽ, അത് കേട്ടവരുടെ ജീവിതത്തിലും അവർക്ക് മറക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു 10 കൊല്ലത്തിലേറെ കാലം കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം ഇങ്ങനെ എന്നും രാവിലെയും വൈകുന്നേരവും ആളുകൾ വിളിച്ചും പറഞ്ഞും ടെലഫോണിൽ പൊട്ടിക്കരഞ്ഞും നേർക്ക് നേരെ മനുഷ്യന്മാർ മുഖത്തു നോക്കി അമ്മയുടെ ഉമ്മയുടെ കഥ പറഞ്ഞ് കരഞ്ഞും മാതാപിതാക്കളോട് ചിലർക്കുണ്ടായിരുന്ന പിണക്കം അവർ തീർത്തും വല്ലാത്ത കോളിളക്കം ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു അത്. ഞാനിപ്പോൾ ആ പ്രസംഗം ഓർക്കാൻ കാരണം, അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് മലയാളക്കരയിലെ മാതാപിതാക്കളെ അവഗണിക്കുന്ന മക്കളോട്, ആർക്ക് വേണം നിന്റെ ബിരുദം? അങ്ങാടിയിലെ മത്തി പൊതിയുന്ന കടലാസിനൊരു വിലയുണ്ട്, ആ വില പോലും മാതാപിതാക്കളെ തള്ളിക്കളയുന്ന നിന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ച ചോദ്യം ഞാൻ ഈ ഒരു സ്കൂളിൻ്റെ വേദിയിൽ വെച്ച് ആവർത്തിക്കുകയാണ്. ഇവൻ്റെ ഡിഗ്രി, ഇവൻ്റെ പ്രതാപം, ഇവൻ്റെ വലിയ വലിയ ബിരുദ കൂമ്പാരങ്ങൾ, ഇവൻ്റെ പൊങ്ങച്ചങ്ങൾ, അതൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്ത് വിദ്യാഭ്യാസം? വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരെന്നു നടിക്കുന്നിതു ചിലർ. ജ്ഞാനപ്പാനയിൽ പൂന്താനം എഴുതിയിട്ടുള്ള എന്നും ഓർക്കപ്പെടേണ്ട വരികളാണ്. വിദ്യ കൊണ്ട്, പച്ച മലയാളമാണ്, ആർക്കും മനസ്സിലാവും. നേർ മലയാളത്തിലാണ് പൂന്താനം ഈ ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ളത്, ഏതാർക്കും മനസ്സിലാവും. കവിതയിൽ സംസ്കൃത പദങ്ങൾ, കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃത പദങ്ങൾ കൊണ്ടുവന്ന് കവിതയെ ദുഷ്കരവും ദുർഗ്രഹവുമാക്കുന്ന ഒരു കാലത്ത് പച്ച മലയാളത്തിൽ കവിത എഴുതിയ മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ പ്രതിഭയാണ് പൂന്താനം നമ്പൂതിരി. അദ്ദേഹം എഴുതിയിട്ടുള്ള വരികളാണിത്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻമാരെന്നോ നടിക്കുന്നിതു ചിലർ. അറിവ് കൊണ്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല, എന്നിട്ടും പഠിപ്പുള്ളവരാണ് എന്ന് നടിക്കുന്നു. വിദ്യ അറിയേണ്ടത് അറിയാനാണ്. അറിയേണ്ടത് അറിയാനല്ലെങ്കിൽ എന്തിന് വിദ്യാഭ്യാസം, എന്തിന് ഡിഗ്രി? നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുവോ ഇന്ന് മാതാപിതാക്കളെ അവഗണിക്കുന്ന മക്കളൊക്കെ വിദ്യാഭ്യാസമില്ലാത്തവരാണ് എന്ന്? അങ്ങനെ തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വലിയ ഡിഗ്രിക്കാർ, വലിയ വിദ്യാഭ്യാസമുള്ളവർ, വലിയ യോഗ്യതയുള്ളവർ, ആണും പെണ്ണും, ആൺമക്കളും പെൺമക്കളും. ചിലർ കെട്ടിയ പെണ്ണിന് വേണ്ടി പെറ്റ തള്ളയെ തള്ളിപ്പറയുന്നു. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ന് കോടതിയിൽ വരുന്ന കേസിൽ നല്ല ഒരു ശതമാനം മാതാപിതാക്കളെ അവഗണിക്കുന്ന കേസുകളാണ്. മാതാപിതാക്കളുടെ സ്വത്ത് അവരുടെ കയ്യിൽ നിന്ന് കവർന്ന് കൈയടക്കി വെക്കുന്ന, വലിയ അക്രമം കാണിക്കുന്ന മക്കൾ. നല്ല കാലത്ത് മാതാപിതാക്കൾ ഉള്ള സ്വത്ത് അവർക്ക് എഴുതി കൊടുത്തു, പിന്നെ മക്കളുടെ സ്വത്തായി. പിന്നെ മെല്ലെ മെല്ലെ ഇവൻ അച്ഛനെയും അമ്മയെയും ബാപ്പയെയും ഉമ്മയും തിക്കിത്തിരക്കി വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അവർ പടുത്തുയർത്തിയ വീട്ടിൽ പോലും അവരെ പാർപ്പിക്കാത്ത മഹാദ്രോഹി. നീയുള്ള നാട്ടിൽ കരുണ ഉണ്ടാവില്ല, നീയുള്ള നാട്ടിൽ മഴ പെയ്യില്ല. നീയുള്ള നാട്ടിൽ മഴ അഥവാ പെയ്താൽ അത് പ്രളയമായിട്ടേ തീരൂ. അത്രമാത്രം വലിയ അക്രമങ്ങളാണ് മാതാപിതാക്കളോട് മക്കളെന്ന് പറയപ്പെടുന്ന ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് വിദ്യാലയങ്ങളെപ്പോലെ വൃദ്ധസദനങ്ങൾ ഉയർന്നു വരുന്നത്. നിങ്ങൾ പോയി സന്ദർശിക്കണം, നിങ്ങൾ പോയി കാണണം.
മനുഷ്യ സ്നേഹത്തിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു വൃദ്ധസദനം കാണാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. നിരവധി വൃദ്ധസദനങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ ചുറ്റിക്കറങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കരയുന്ന പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന മാതാവിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ചലിക്കുന്ന വികാരത്തിൻ്റെ അലമാലകൾ കണ്ടിട്ടുണ്ട്. ഞാൻ തിളക്കുന്ന വികാരത്തിൻ്റെ തിരമാലകൾ കണ്ടിട്ടുണ്ട്. ഞാൻ മൗനമായി നിൽക്കുന്ന കടലിൻ്റെ അകത്തെ ക്ഷോഭം കണ്ടിട്ടുണ്ട്. മൗനമായി നിൽക്കുന്ന കടലിൻ്റെ അകത്തുള്ള ക്ഷോഭം എത്രയോ മാതാപിതാക്കളുടെ മനസ്സുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നെരിപ്പോട് പോലെ ജ്വലിക്കുന്ന ദുഃഖം കണ്ടിട്ടുണ്ട്. കത്തിജ്വലിക്കുന്ന ദുഃഖം അവരുടെ നെഞ്ചിൽ നെരിപ്പോടാണ്. വടകരയിലെ ഒരു വൃദ്ധസദനം കാണാൻ ചെറുപ്പക്കാരായ അതിൻ്റെ പ്രവർത്തകർ എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി. അത് കുറെ രണ്ടാം തട്ടിലോ മൂന്നാം തട്ടിലോ ഒക്കെയാണ് അതിൻ്റെ മുറികൾ. ഒരു വലിയ കെട്ടിടത്തിൻ്റെ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും ഒക്കെ അവർ വാടകയ്ക്കെടുത്ത് വൃദ്ധസദനം നടത്തി മാതാപിതാക്കളെ സംരക്ഷിക്കുകയാണ്. നേരം പുലർന്നാൽ അവർക്ക് പല്ല് തേച്ച് കൊടുക്കും. അവരെ ടോയ്ലറ്റിലേക്ക് ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും. മക്കളുണ്ട്, മക്കളല്ല, അന്യരെന്ന് പറയുന്ന സേവകന്മാർ, സേവികമാർ അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൊണ്ടുപോകും, മരുന്നെടുത്തു കൊടുക്കും, കുളിപ്പിക്കുമ്പോൾ തലയിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കും. ഇവർക്കൊക്കെ വീട്ടിൽ മക്കളുണ്ട്, സുഖമായിട്ട് ഭാര്യയോടൊപ്പം സുഖിച്ചു കഴിയുന്ന മക്കളുണ്ട്. തിരിഞ്ഞു നോക്കൂല. ഗർഭപാത്രത്തിൻ്റെ വിലയറിയില്ല. ഗർഭപാത്രം ഇവൻ കണ്ടിട്ടില്ലെങ്കിൽ പോട്ടെ, അതിവന് കാണാൻ കഴിയാത്ത ദൈവത്തിൻ്റെ അസുലഭമായ നിധിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സ്നേഹഗൃഹം മാതാവിൻ്റെ ഗർഭഗൃഹമാണ്. അതിനെ ഗർഭാശയം എന്ന് വിളിച്ചാൽ പോരാ, അതിനെ വിളിക്കേണ്ടത് ഗർഭഗൃഹം എന്നാണ്. നമ്മൾ ആദ്യം പാർത്ത വീട് അതാണ്. മാതാവിൻ്റെ ഗർഭാശയത്തിലാണ് നിങ്ങളും ഞാനും പാർത്തത്. 9.5 മാസമാണ് പാർത്തത്, 1-2 ദിവസമല്ല. ഏകദേശം 9.5 മാസം ചുരുണ്ടുകൂടി കിടന്നവനെ, ചുരുണ്ടുകൂടി കിടന്നവളെ, പെറ്റ തള്ളയുടെ ദേഹത്തിൽ നിന്ന് ചോര വലിച്ചു കുടിച്ചവളെ, നിനക്കന്ന് അന്നം വേണമായിരുന്നു. ജീവനുള്ളതിനൊക്കെ അന്നം വേണം. നിനക്കന്ന് പോഷകാംശങ്ങൾ വേണമായിരുന്നു. എവിടുന്ന് കിട്ടി? മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് നീ വലിച്ചു കുടിച്ചു. നീ ചോര കുടിച്ചു. നീ പെറ്റ തള്ളയുടെ ചോര വലിച്ചു കുടിച്ചു. എന്താ നിനക്ക് അംഗീകരിക്കാൻ മടിയുണ്ടോ? നീ ശാസ്ത്രം പോയി പരിശോധിക്കൂ. അന്ന് നിനക്ക് പോഷകാംശങ്ങൾ നൽകിയത് മാതാവിൻ്റെ രക്തക്കുഴലുകളിൽ നിന്നാണ്. എന്തിനേറെ പറയണം, ഓക്സിജൻ പോലും ആവശ്യമാണ് ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ. വായു, ആ ശ്വസിക്കാനുള്ള വായു പോലും പാവപ്പെട്ട മാതാവ് നൽകിക്കൊണ്ടേയിരുന്നു. അവർ കമഴ്ന്നു കിടന്നില്ല. അവർ കമഴ്ന്നു കിടന്നപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നൊരു നാദം വന്നു. കമഴ്ന്നു കിടന്നാൽ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റും. അവർ മലർന്നും കിടന്നില്ല. മലർന്നു കിടന്നപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നൊരു വിളി വന്നു, മലർന്നു കിടന്നാൽ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കും. അവർ ചെരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ ആത്മാവ് വിളിച്ചു, നീ ചെരിഞ്ഞും കിടക്കല്ലേ, നിന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കും. മലർന്നോ കമിഴ്ന്നോ ഒന്നും അവർ കിടന്നില്ല. പല രാവുകളും അവർ ഉറക്കമിളച്ചു. നിനക്ക് വേണ്ടി പെറ്റതിന് ശേഷം നിന്നെ പോറ്റി അവർ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. ഇത് മലയാള ഭാഷയിലെ ഒരു ശൈലിയാണ് മിസ്റ്റർ. മലയാള ഭാഷയിൽ ഈ ഒരു ശൈലി ഉണ്ടാക്കിയത് പെറ്റ തള്ളയാണ്. തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും. എൻ്റെ കുഞ്ഞിനെ ഞാൻ എവിടെ വെക്കണം? കുഞ്ഞിനെ അമ്മ നെഞ്ചത്ത് വെച്ചു, കുഞ്ഞിനെ അമ്മ മടിയിൽ വെച്ചു,
കുഞ്ഞിനെ അമ്മ താരാട്ട് പാട്ടി ഉറക്കി. കുഞ്ഞിനെ അമ്മ സ്വന്തം രക്തമായിട്ട് കണ്ട് കണക്കിലെടുത്തു. ആ ഗർഭാശയം നീ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ ഗർഭാശയം നീ കണ്ടിട്ടില്ലെങ്കിലും ഗർഭാശയത്തിലേക്ക് മാതാവിൻ്റെ ദേഹത്തിൽ നിന്ന് കേബിൾ വയറിട്ട് കാരുണ്യവാനായ ദൈവം, കരുണാമയനായ ദൈവം, കരുണാമയനായ ഈശ്വരൻ, അർ-റഹ്മാനും അർ-റഹീമുമായ അല്ലാഹു മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറൂ എന്ന് ഖുർആനിൽ എത്ര സ്ഥലത്താണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറൂ. അതില്ലാതെ മതമില്ല, അതില്ലാതെ വേദങ്ങളില്ല, അതില്ലാതെ ഉപനിഷത്തില്ല, അതില്ലാതെ മാതാവിൻ്റെ കുഞ്ഞിൻ്റെ ലീലകൾ കണ്ട് അത്ഭുതപ്പെട്ടു നിന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതാവിൻ്റെ കൗതുകങ്ങളില്ലാതെ മഹാഭാരതമില്ല, ഒരിക്കലുമില്ല. കൃഷ്ണന്റെ വായിലേക്ക് നോക്കിയപ്പോൾ അത്ഭുതങ്ങളും കൗതുകങ്ങളും കണ്ടുനിന്ന ഭഗവാൻ കൃഷ്ണന്റെ മാതാവിൻ്റെ കൗതുകങ്ങളില്ലാതെ ഇവിടെ കൃഷ്ണലീലകൾ പൂർത്തിയായി തീരുകയില്ല. വെണ്ണക്കട്ട് അത് തിന്ന് കളിച്ച് വളർന്ന ശ്രീകൃഷ്ണന്റെ പാദാരവിന്ദങ്ങളുടെ കൗതുകങ്ങളിൽ രമിച്ചു നിന്ന അമ്മയെ കൂടാതെ ഹൈന്ദവ ദർശനമില്ല, ശ്രീരാമചന്ദ്രന്റെ ദർശനമില്ല, ഒരു ഉപനിഷത്തുമില്ല. അമ്മയെ കൂടാതെ ഒരു വേദവുമില്ല, ശ്രുതിയും സ്മൃതിയുമില്ല, ഇതിഹാസവും പുരാണവുമില്ല, ബൈബിളില്ല. ബൈബിളിന്റെ സ്നേഹകാവ്യം ഒരു വലിയ മാതാവിനെ കുറിച്ച് പറയുന്നു. മറിയം, മേരി, യേശുവിൻ്റെ മാതാവ്. ഈ യേശുവിൻ്റെ മാതാവിന് ഖുർആനിൽ ഒരധ്യായമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ ഒരധ്യായത്തിൻ്റെ പേര് മറിയം എന്നാണ്. ഈസബിന് മറിയം. ഖുർആൻ എപ്പോഴൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്നുവോ അപ്പോഴൊക്കെ പറയുന്നു മറിയമിൻ്റെ പുത്രനായ യേശു. ഖുർആനിൽ ഒരൊറ്റ സ്ത്രീയുടെ പേരിൽ മാത്രമേ ഒരധ്യായം നൽകപ്പെട്ടിട്ടുള്ളൂ. സൂറത്തു മറിയം, ദ ചാപ്റ്റർ മേരി. ആ മറിയമിനെ ഖുർആൻ വിളിക്കുന്നു സിദ്ദീഖ. അവർ സത്യനിഷ്ഠയായിരുന്നു. യേശുവിൻ്റെ മാതാവായ മേരിയെ, മറിയമിനെ ഖുർആൻ സത്യനിഷ്ഠ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ആ മാതാക്കളിൽ